ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കിയിലോട്ടാണ്. ഇടുക്കി ചെറുതോണിയിൽ PWD ഉണ്ട്. സോ അവിടെ സ്റ്റേ ചെയ്ത് കല്യാണത്തണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നീലക്കുറിന് പൂത്ത് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അവിടെയൊക്കെ ഒന്ന് പോയി അത് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. നമ്മളൊരു 2 ആഴ്ചയായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മഴയും ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പോകാം, വെയിലൊക്കെ ഒന്ന് ഉദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പുറത്ത് യാത്രയൊക്കെ ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിച്ച് യാത്ര ചെയ്യുക. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഫുഡ് കഴിച്ചത് സുശീല ചേച്ചിൻ്റെ കടയാണ് കേട്ടോ. എല്ലാവരും ഫുഡിൻ്റെ ഉൾപ്പെടുത്താൻ പറയാറുണ്ട്. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. 130 രൂപക്ക് ഊണ്, അതും ഒരു 10, 26, 27 ഐറ്റം കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഊണാണ്. നമ്മളങ്ങനെ നേരെ നമ്മുടെ PWD റെസ്റ്റ് ഹൗസിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. ബാഗ് ഇവിടെ വെച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് കല്യാണത്തണ്ട്. ഇതാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. അതുപോലെ തന്നെ ബാത്റൂം വരുന്നത് ഇതാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. 10 പേർക്കൊക്കെ ഒരുമിച്ച് നിന്ന് കുളിക്കാം. പക്ഷേ ഇവിടെ 3 പേർക്കാണ് മാക്സിമം റൂം എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് പറ്റില്ല. സോ ഹീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ ടൈം ഹോട്ട് വാട്ടർ വരും. അതേപോലെ തന്നെ റൂമിൻ്റെ ഒരു സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം 2 ടേബിളും ചെയറും 2 സോഫ പോലത്തെ സംഭവങ്ങളും അതേപോലെ 2 സിംഗിൾ ബെഡ് ചേർത്തിട്ട് ഇതിനെ ക്യൂൻ സൈസ് ബെഡായി 2 പേർക്കും 3 പേർക്കൊക്കെ അടിപൊളിയായിട്ട് കിടന്നുറങ്ങാം. സോ വേറൊരു സർപ്രൈസ് ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. ബാൽക്കണി എന്നുള്ള വ്യൂ നോക്കി. അത് ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ ഈ കാണുന്നത്. ഇടുക്കി ഡാമിൻ്റെ റിസർവോയറാണ്. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ടോട്ടലി ഒരു ബഡ്ജറ്റ് ട്രിപ്പാണ്. ഇതൊരു 400 രൂപയാണ് ഈ റൂമിന് ചാർജ് വരുന്നത്. പിന്നെ നമുക്കൊരു 500-600 രൂപ പെട്രോൾ ചാർജും ബാക്കി ഒരു 1000 രൂപ ഫുഡ് കണക്കാക്കിയാലും അടിപൊളിയായിട്ട് 2000-ന് അടിപൊളിയായിട്ട് വന്ന് സ്റ്റേ ഒക്കെ ചെയ്ത് അത്യാവശ്യം റിലാക്സ് ആയിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് ഇവിടെ കാണാനാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് പോകാൻ പോകുന്ന കാൽവരി മൗണ്ടും അതേപോലെ കല്യാണത്തണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സോ അവിടെ പോയിട്ട് നീലക്കുറിനൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബാക്കി കാഴ്ചകളൊക്കെ വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിതുവരെ താമസിച്ചതിൽ ഏറ്റവും നീറ്റായിട്ടുള്ളതും അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നതുമായിട്ടുള്ളൊരു PWD ആണിത്. സോ എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ്. ഏതാ വ്യൂല് അത്യാവശ്യം നല്ല ദൂരോട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആർച്ച് ഡാമിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ ഡാം നിലവിൽ സന്ദർശകർക്ക് ക്ലോസ്ഡ് ആണ്. നെക്സ്റ്റ് മന്ത് ഓണൊക്കെ ആയിട്ട് തുറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് കാൽവരി മൗണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വേരോടുക്കുന്ന ആരോ നീലക്കുറിനൊക്കെ പൊട്ടിച്ച് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ കൊണ്ടുപോയി എവിടെയെങ്കിലും നടാനാണോന്നാവോ. ആരും തെറി വിളിക്കേണ്ടത് നമ്മൾ പറിച്ചല്ല. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നല്ല കിടിലം വ്യൂ സ്ഥലമാണ് കേട്ടോ. കാൽവരി മൗണ്ട് പറയണത് അടിപൊളി സ്ഥലമാണ്. ഫുൾ കോട മൂടി കിടക്കണമായിരുന്നു, ഒന്നും കാണാനില്ല. നമ്മളങ്ങനെ അധികം മുകളിലോട്ട് പോയില്ല കേട്ടോ. അത്യാവശ്യം ഇപ്പം മഞ്ഞൊക്കെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദൂരമൊക്കെ ആയിട്ട് നമ്മളെ റിസർവോയറിൻ്റെ ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാനുണ്ട്. സോ ഇവിടെ നാട്ടുകാരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കിയപ്പോൾ നമുക്ക് നീലക്കുറിന് അത്യാവശ്യം ഹെവി ആയിട്ട് പൂത്ത് നിൽക്കുന്നത് വേറൊരു സ്ഥലത്താട്ടോ. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്.
സോ നമ്മൾ അവിടെ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വെച്ചു. ഇവിടെ ഓൾറെഡി നമ്മൾ വന്നിട്ടുള്ളത് കൊണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണുള്ളൂ. സോ നമുക്ക് ബാക്കി അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളങ്ങനെ നിർമ്മല സിറ്റി കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റിലോട്ടൊരു വഴിയുണ്ട് ഇതുപോലെ. സോ ആ വഴി കയറി നൈസായിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിൽ വന്നു കേട്ടോ. ബൈക്കും കാറൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളൊക്കെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. സെയിം നമുക്ക് കാൽവരി മൗണ്ടിൽ നിന്നൊക്കെ കാണുന്ന ടൈപ്പ് ഒരു വ്യൂ തന്നെയാണ്. അത്യാവശ്യം ചെറിയൊരു കുന്ന് കയറിയിട്ട് വേണം കേട്ടോ അത് കാണാനായിട്ട്. താഴെ വണ്ടി നിർത്തി കൊടുത്തുനിന്ന് കുറച്ച് ദൂരം നടന്ന് മേളിലോട്ട് കയറി കഴിഞ്ഞാലാണ് ഫുള്ള് പൂത്ത് നിൽക്കുന്നത് എന്നാണ് ആൾക്കാർ പറഞ്ഞ് പോയേക്കാം. നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടോ. ഇവിടെയൊക്കെ അങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് പൂത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. മഞ്ഞായ കാരണം ദൂരത്തൊന്നും കാണാൻ പറ്റുന്നില്ല. സ്ലോപ്പ് മൊത്തം നിലക്കുറിഞ്ഞു കേട്ടോ. കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി പൂക്കുണ്ടാവും. ഇതിലൊക്കെ ഇനിയും പൂത്ത് വരാനുണ്ട്. പൂത്തത് കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കല്യാണത്തണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തിരിച്ച് മെല്ലെ ഇറങ്ങുകയാണ്. ഏകദേശം 6:15 ആയി. അപ്പോൾ ഇരുട്ടാവുന്നതിന് മുമ്പ് താഴെ ഇറങ്ങാം. ഫുൾ കോട മൂടി കിടക്കായിരുന്നു. ഇപ്പം ഇങ്ങനെ നൈസായിട്ട് ക്ലിയറായി വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നവർ മാക്സിമം ഈ സാധനം പറിക്കുക പരിപാടി ഒഴിവാക്കുക. ബാക്കി വരുന്നവർക്കും കൂടി വേണം. കാരണം വരുന്നവർ വിചാരിക്കും നമ്മൾ 2 ഇതല്ലേ പറിക്കണുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ എല്ലാവരും പറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ ഒരു ഇതും കൂടി ഒന്ന് നോക്കുക കേട്ടോ. എല്ലാവരും ഒരുപാട് പേര് ഇത് കയറി വരുമ്പോൾ തന്നെ ബോർഡ് ഉണ്ട്. എന്നാലും ഒരുപാട് പേര് ഇതിങ്ങനെ പൊട്ടിച്ച് ഇതാക്കിയിട്ടാണ് നടക്കുന്നത്. ഫോട്ടോ എടുക്കാനാണ്. അതുമ്മ പിടിച്ചിട്ട് ഫോട്ടോ എടുത്താൽ മതി. എന്തോന്ന് അല്ല, എല്ലാവരും കൂടി നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി വേണ്ടതല്ലേ ഇതൊക്കെ. അതുകൊണ്ട് പറഞ്ഞതാ. അതേപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി പ്ലാസ്റ്റിക് വേസ്റ്റ് കുറച്ച് ലേസിൻ്റെ കവറും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഒക്കെ പുതിയ വേസ്റ്റുകളാണ് കേട്ടോ. ഈ ഒരു സാധനം ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം വന്നിട്ടുള്ളൊരു വേസ്റ്റാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കൊന്നും ആരും അങ്ങനെ വരുന്ന ഒരു സംഭവമാണെന്ന് വിചാരിക്കും തോന്നണില്ല. അപ്പോൾ ഇതുപോലൊരു നീലക്കുറിന് പൂത്തുക്കണു. ആൾക്കാരൊക്കെ വരുന്നു. പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവിടെയും പെട്ടിടുന്നു. ഇതൊക്കെ മതി. അപ്പോൾ മാക്സിമം എല്ലാവരും അതൊന്നും ചെയ്യാണ്ട് അത്യാവശ്യം നല്ല റെസ്പോൺസിബിളായിട്ട് ട്രാവൽ ചെയ്യാൻ നോക്കുക. അത് നോക്കിയേ, ഇവിടെ വ്യൂ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കിട്ടില്ല വ്യൂ ആണേ, കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ നീലക്കുറിനൊക്കെ കണ്ട് മണ്ണൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് വന്ന് PWDയിൽ റെസ്റ്റൊക്കെ എടുത്ത് ഇന്നത്തെ കാലത്ത് 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യാണ്. സോ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ പോകുന്നത് ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റാണ്. അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് പോയിട്ട് അവിടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. സോ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് കമൻറ്റ് മസ്റ്റായിട്ട് ചെയ്യണം, മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.